മുഹൂർത്ത സമയമായി. എന്നാലും ആ പന്നി യൂസഫ് ഒന്ന് കാണാൻ പറ്റാണ്ടാക്കില്ലോ. എനിക്ക് കാണാം മാലിയപ്പോ, എനിക്ക് കാണാം. ബോറാവുന്നുണ്ടല്ലേ? കരഞ്ഞു പോവും. ഇപ്പോഴും ലോകപ്പില് കരയില്ലേ പപ്പ? ഒരു നിവൃത്തിയില്ലാത്തോണ്ട് വന്നിരുന്നത്. മതി, വാ പോവാം. നന്നായി ഈ ഗോഷ്ഠികൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടു. ശരിയാ. അല്ല, പെണ്ണും ചെറുക്കനും പോവാണോ? പെണ്ണിനും കൂടെ രാവിലെ മുങ്ങുകയാണോ? പാർട്ടി കഴിഞ്ഞിട്ട് പോയാ അവിടെ പോയി. അല്ല, അത് പിന്നെ പപ്പയ്ക്ക് നല്ല സുഖമില്ല, അതാ. ധൃതി കൂടി രണ്ടുപേർക്കും. മക്കളായ ഇത്തിരി മൈതലൊക്കെ വേണേ. ദൂരം പിടിപ്പിക്കട. ദുരുമാരി തൊലിഞ്ഞ മോന്തയായിട്ട് ഒരെണ്ണം കഴിക്കണം. അയ്യോ വേണ്ട, ഞാൻ കഴിക്കാറില്ല. വലിക്കേ. ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞു. നിർബന്ധിക്കണ്ട തമ്പി സാർ. ലെറ്റ് ദം ഗോ ആൻഡ് എൻജോയ്. യെസ്, സേതുവാണ്. ഉവ്വ്, ബെയിൽ കിട്ടി. ഇപ്പൊ വീട്ടിലെത്തിയതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. എന്റെ ആധാർ നമ്പർ. ആലോചിച്ച് സമയം കളയാനില്ല. വണ്ടി എടുക്കുന്നു, നേരെ മൈസൂർ. ആ കള്ള സുവർണ കീറി പണ്ടം ചാടിക്കാന്നല്ലാണ്ട് എന്താ അത്ര ചിന്തിക്കേ? വിട്ടുകളയാൻ പറ്റുന്ന പണിയല്ല അവൻ ചെയ്തത്. എന്നാലും ഉടനെ മൈസൂർക്ക് പോയാൽ അവനവിടെ കാണുമെന്ന് ഉറപ്പില്ലല്ലോ. വേണ്ട സ്വാമി, വെറുതെ തണുപ്പിക്കാൻ നോക്കണ്ട. അല്ല, അവൻ എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്തിട്ട് മൂവ് ചെയ്താ പോരെ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും സ്വാമി. എവിടെ പോയി ഒളിക്കാൻ ആ പന്നി? അങ്ങോട്ട് ഇറങ്ങി ചെന്ന് തപ്പിയാ കൈ കിട്ടൂലേ? ഉസ്താദൊന്നും പറഞ്ഞില്ല. ഇല്ല സേതു, ഒന്നും പറയാനില്ല. നമുക്ക് വിടാം, വെറുതെ വിടാം. യൂസഫ് ഒരു പ്രതികാരം നടത്തി. എരപ്പാളിത്തരത്തിനുള്ള കുറഞ്ഞ ശിക്ഷ കഴുത്തറക്കുക എന്നുള്ളതാണ്. അതിന് കഴിയും, പക്ഷേ ഇല്ല. കളികൾ ഞാൻ നിർത്തുകയാണ്. കളത്തിലിറക്കാൻ അവൻ നടത്തിയ തേർഡ് റേറ്റ് ട്രിക്കുകൾ എന്നെ സ്പർശിക്കുന്നില്ല എന്നവന് തോന്നി. സ്വന്തം ജീവനം കൊണ്ട് പോട്ടെ അവൻ. പപ്പ, അവളൊരു ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. അവളുടെ കാതിൽ എന്തെങ്കിലും എത്തിയാൽ പാടില്ല. ഇനി ആരും ആ വിഷയം എടുത്തിട്ടുണ്ട. യൂസഫ് ഷാ, ആ പേര് മറന്നേക്ക്. എന്നാ ഇനി അംബിക പപ്പയായിട്ട് പോ. ഞങ്ങൾക്കൊരു ഇത്തിരി കാര്യമുണ്ടേ. വാ. എടാ ഗിരി, നീ സാറിനൊന്നും കൊണ്ടാക്കിയേ. അപ്പൊ സാറേ, എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് വൈകിട്ട് ക്ലബ്ബിൽ കാണാം. ഓക്കെ, പോവാ. പരമേശ്വരന്റെ കിടപ്പാടമടക്കമുള്ള എല്ലാ സ്വത്തുക്കളുടെയും പവർ ഓഫ് അറ്റോണി അങ്ങനെ മോഹൻ തമ്പിയുടെ കയ്യിലെത്തി. വിറ്റ 7-8 കോടിയാ. വിൽക്കാൻ വരട്ടെ. ആ ഗിരിക്കൊരു പങ്ക് കൊടുക്കണം തമ്പി. കൊടുക്കാം, പക്ഷെ എന്റെ പണമില്ല. എടോ, പണം പേപ്പറാ. ആവശ്യം വരുമ്പോ പ്രിന്റ് ചെയ്തെടുക്കും. എന്റെ രീതി അതാ. തന്റേത് എനിക്കറിഞ്ഞൂടാ.
പപ്പയൊന്ന് ഫോണിൽ കിട്ടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഏതൊക്കെ പേപ്പേഴ്സിലാണ് സൈൻ ചെയ്തെന്ന് അറിയാൻ. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് കാണിച്ചതൊക്കെ കുഴപ്പാ. അവക്കെന്തറിയാം? പാവം. സ്വാമി, ഓ നമുക്ക് തിരിക്കാല്ലേ? ഉവ്വ്, ഇനി വൈകാതെ അവിടെ എത്തുകയായിരിക്കും നല്ലത്. അല്ലേ അപ്പോ? റെഡി. എല്ലാവരും ചേർന്ന് അവളെ കണ്ണീര് കുടിപ്പിച്ച് സ്വത്തുക്കൾ എഴുതി മാറ്റൂ. അല്ലടാ, എന്തിനാടാ നിനക്കൊക്കെ കൂടുതൽ മണ്ണ്? ഒരു കുഴിക്കുള്ള മതിയടാ നിനക്കും നിന്റെ തറവാട്ടിലെ മുഴുവൻ ചച്ചകൾക്കും. അറിയാടാ, പരമേശ്വരൻ എന്ന പേരിന് കൊല്ലുന്നവെന്ന് കൂടി അർത്ഥമുണ്ട്. അതോടെ മടിക്കില്ല ഞാൻ. യൂസഫിന്റെ കൂടെ ചേർന്ന് എന്റെ മുമ്പിൽ തല നമ്പർ കളിക്കുന്നതാ തന്തയ്ക്ക് പുറക്കാത്തവനെ. കഴുത്തറുത്ത് കടലിൽ തള്ളും ഞാൻ. നീ ഇത് കണ്ടോ? 15-ാം വയസ്സിൽ ഒരു പൊതി ചോറിന് വേണ്ടി മാട്ടുങ്കയിലെ തെരുവിൽ കത്തി നിവർത്തിയ കൈയാണിത്. പിന്നെ അത് വർഷങ്ങൾ കഴിഞ്ഞു താഴെ വയ്ക്കാൻ. ചോരയിൽ മുങ്ങി ഉണങ്ങി അറുപ്പ് മാറിയ ശേഷം എല്ലാം പിന്നിൽ കുഴിച്ചിട്ട് വെളുത്ത വസ്ത്രം ധരിച്ചടക്കുന്ന പരമേശ്വരനെ കോളിയോടന്മാര് കണ്ടിട്ടുള്ളൂ. നീയൊക്കെ കൂടെ എന്നെ കൊണ്ട് പഴയ വേഷം കെട്ടിക്ക് വരടാ. എവിടെടാ തമ്പി? തമ്പി, എല്ലാം അങ്ങേര് പറഞ്ഞിട്ടാണ്. യൂസഫ് ഷായും പുള്ളിയും കൂടെ പ്ലാൻ ചെയ്തതിന് എന്നെ കൂട്ടു നിർത്തുകയായിരുന്നു പരമേശ്വരൻ. പ്രോപ്പർട്ടീസ് തമ്പിച്ചേട്ടന്റെ പേർക്ക് എഴുതി വെച്ചു. അതിന്റെ അഡ്വാൻസായി 1 കോടി രൂപ യൂസഫ് എനിക്ക് തന്നു. വീട്ടിൽ സൂക്ഷിക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ സൂക്ഷിക്കാൻ യൂസഫ് എന്നോട് പറഞ്ഞു. 1 കോടി ഹോട്ടലിൽ വെക്കാൻ പറഞ്ഞോ? ഉവ്വ്, നന്ദന്റെ ഓഫീസ് റൂമിലെ ബ്യൂറോയിലുണ്ട്. പ്ലീസ് സർ. മാഡം, ഇത് ചതിയാണ്. അവൻ നിരപരാധിയാണ്. ഓ, ഇയാളുടെ ബ്രദറിലാണല്ലോ ഇവൻ. കൊള്ളാം, ക്വൈറ്റ് നാച്ചുറൽ. ഗോൾഡ് സ്മഗ്ലറുടെ അളിയൻ കള്ളനോട്ട് ഇടപാട് നടത്തുന്നു. ഇനി ആരൊക്കെയുണ്ട് തന്റെ ബന്ധുക്കൾ? അണ്ടർവേൾഡ് ആക്ടിവിറ്റീസുമായി ജീവിക്കുന്നവർ. മാഡം, ഇതിന്റെ പിന്നിൽ മറ്റാളുകളുണ്ട്. എനിക്ക് തെളിയിക്കാൻ കഴിയും. വിത്ത് പ്രൂഫ്സ്. ഗെറ്റ് ലോസ്റ്റ് വിത്ത് യുവർ ബ്ലഡി പ്രൂഫ്സ്. 1 കോടി രൂപയുടെ കള്ളനോട്ടുകളാണ് അവന്റെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തത്. ബാക്കി കഥകൾ ഞാൻ അവനെ കൊണ്ട് പറയിച്ചോളാം. ഇൻസ്പെക്ടർ, അവനെ എന്റെ ഓഫീസിൽ കൊണ്ടുവാ. ധൈര്യമായിട്ടിരിക്കെ, ഞാനുണ്ട്. ഞാൻ മാനേജ് ചെയ്തോളാം. മിസ്റ്റർ പരമേശ്വരൻ, വെറും 4 വർഷത്തിനുള്ളിൽ ഈ നഗരത്തിലെ ബിഗ് ഷോട്ട്സിന്റെ ലിസ്റ്റിൽ കയറി പറ്റിയ ഒരു പ്രോപ്പർ ബാക്ക് ഹിസ്റ്ററി ഇല്ലാത്ത പരമേശ്വരൻ എന്ന പകൽ മാന്യന്റെ ഇമേജ് വെട്ടിക്കീറി പരിശോധിക്കാൻ ഇതൊരു കാരണമാവുമെങ്കിൽ, അതുവഴി ചില സത്യങ്ങൾ പുറത്തു വരുമെങ്കിൽ എങ്കിൽ കൊള്ളാം അല്ലേ? ലെറ്റ്സ് സീ. അവൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനിപ്പോ. കൊണ്ടുപോകുന്ന ആരെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഇൻട്രോഗേഷന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും അവന്റെ ദേഹത്ത് കൈവച്ചാൽ വെക്കുന്നത് ആരായാലും 2 കാലും ഇല്ലാതെ എവിടെയെങ്കിലും പെട്ടിക്കടയിട്ട് മുറുക്കൻ കച്ചവടത്തിലിരിക്കേണ്ടി വരും ഇനിയുള്ള കാലം. മനസ്സിലായ പറഞ്ഞ് വെക്കാം.